15 രൂപയ്ക്ക് പെട്രോൾ ലഭിക്കുമോ? ഒരുപക്ഷെ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ അത്തരത്തിലൊന്ന് സംഭവിക്കുമെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ്. രാജസ്ഥാനിലെ ഒരു റാലിയിൽ അദ്ദേഹം അത് വിശദമാക്കുകയും ചെയ്തു. ഇന്ത്യയിൽ 80% ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവിടെ പെട്രോളിൻ്റെ വില 100 രൂപയ്ക്ക് അടുത്താണ്. മിക്ക സംസ്ഥാനങ്ങളിലും 100 രൂപയ്ക്ക് മുകളിലുള്ള സംസ്ഥാനങ്ങളും നിലവിലുണ്ട്. പെട്രോളിൻ്റെ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ വില അന്താരാഷ്ട്ര തലത്തിൽ മാറി മറിയുമ്പോഴും ഇന്ത്യയിൽ അതിന് വലിയ വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനൊരു പരിഹാരം കണ്ടു കഴിഞ്ഞിരിക്കുന്നു, അതിന് തുടക്കമിടുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് പെട്രോൾ 15 രൂപയ്ക്ക് കൊടുക്കാൻ കഴിയുക എന്ന് നിതിൻ ഗഡ്കരി വിശദീകരിച്ചു. എഥനോൾ പെട്രോളിൽ കലർത്തുകയാണ് ചെയ്യുന്നത്. എഥനോൾ പെട്രോളിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പണം അല്ലെങ്കിൽ ആ പെട്രോളിൻ്റെ വില കുറയ്ക്കാൻ കഴിയും. നിലവിൽ 20% എഥനോളാണ് പെട്രോളിൽ കലർത്തി നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. അത് 80% വരെ എത്തുമ്പോൾ 15 രൂപയ്ക്ക് പെട്രോൾ ലഭിക്കും. 85% എത്തിക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. ഇത് കർഷകർക്കും നേട്ടമാണ്. കരിമ്പിൻ ചണ്ടിയിൽ നിന്നും മറ്റുമാണ് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം രാജ്യത്ത് ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ, അതായത് 2 തരം ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നിർമ്മിക്കണമെന്ന് വാഹന കമ്പനികളോട് കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു. ആദ്യമായി അത്തരത്തിലെത്തിയ വാഹനം ടൊയോട്ടയുടെ ഇന്നോവയായിരുന്നു. അതോടുകൂടി ഈ രംഗത്ത് ഒരു വിപ്ലവം തന്നെ ഉണ്ടാകും എന്ന് ഏവരും പ്രതീക്ഷിച്ചു. ഇപ്പോൾ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ നിർമ്മിക്കാനുള്ള തിരക്കിലാണ്. അതിൻ്റെ ടെക്നോളജി വികസിപ്പിക്കാനുള്ള തിരക്കിലാണ് രാജ്യവും വാഹന കമ്പനികളുമൊക്കെ. ഏതായാലും BS6-ന്റെ 2ാം ഘട്ടം എത്തുമ്പോൾ സ്വാഭാവികമായി തന്നെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ മലിനീകരണം കുറയ്ക്കുവാനായി എഥനോൾ കൂടുതലായി ചേർത്തേ മതിയാകുകയുള്ളൂ. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് നിതിൻ ഗഡ്കരി പറഞ്ഞത് അടുത്ത 5 വർഷത്തിനുള്ളിൽ പെട്രോൾ വാഹനങ്ങൾ പൂർണ്ണമായി ഇല്ലാതാകുമെന്ന്. ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിലെങ്കിലും ഡീസൽ വാഹനങ്ങൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പല കമ്പനികളും, മാരുതി അടക്കമുള്ള കമ്പനികൾ ഡീസൽ വാഹനങ്ങൾ ഇപ്പോൾ പുറത്തിറക്കുന്നില്ല. 5 വർഷത്തിനുള്ളിൽ പെട്രോൾ വാഹനങ്ങൾ. ഏതായാലും ഇതൊരു വമ്പൻ പ്രഖ്യാപനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നിലവിലത്തെ സാഹചര്യത്തിൽ എല്ലാ രാജ്യങ്ങളും ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ ഉപയോഗം കുറച്ചു വരികയാണ്. അതിന് പാരമ്പര്യേതര ഊർജ്ജ മാർഗ്ഗങ്ങളാണ് പല രാജ്യങ്ങളും സ്വീകരിക്കുന്നത്. ഇതിൽ ഒരു പടി കൂടി മുൻപോട്ട് പോകാൻ ഇന്ത്യക്ക് കഴിയും. കാരണം എഥനോളിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ നമ്മുടെ രാജ്യത്തുണ്ട്. എഥനോൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ കർഷകർക്ക് അതൊരു പുതിയ ഉണർവേകുകയും ചെയ്യും. ഇത് തന്നെയാണ് നിതിൻ ഗഡ്കരി ഉദ്ദേശിച്ചത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.